പൂർണ്ണ നഗ്നയായി റോഡിലൂടെ നടന്നുവന്ന ആ പെൺകുട്ടിയെ കണ്ട് നാട്ടുകാർ ഭയന്നു. വയലന്റായ ആ പെൺകുട്ടിക്കുള്ളിൽ ഒരു ദുരാത്മാവ് കുടിയിരിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടത് മരണശേഷം അവളിൽ നിന്നും പറിച്ചുമാറ്റിയ തന്റെ ഹൃദയമായിരുന്നു. പക്ഷെ അത് കണ്ടെത്താൻ എന്താണ് മാർഗമെന്ന് അതിനറിയില്ല. എന്നാൽ ഒന്ന് മാത്രം അറിയാം, തന്റെ ഹൃദയവും കൊണ്ട് തന്റെ സഹോദരി ലോകത്തിന്റെ ഏതോ ഒരു കോണിലുണ്ട്. അവളുടെ പേര് റിയ. അയ്യോ, പിണങ്ങല്ലേ മോളെ. ഇനി ഒരുപാട് ദൂരം എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാ. ഇങ്ങനെ പിണങ്ങിയിരുന്ന എനിക്ക് ഉറക്കം വരും. സിബി തന്റെ വാക്കുകളിൽ മനഃപൂർവ്വം പൈങ്കിളി ചേർത്തു. മോളോ? പിന്നെ മോനാണോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നി. നിന്നെ കാണാൻ വരുന്ന ആ പ്രേതം, അത് നിന്റെ കാമുകയായിരിക്കും അല്ലേ? സിബി ആ ദുരാത്മാവിന്റെ കാര്യം സംഭാഷണത്തിന്റെ ഇടയിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നു, റിയയുടെ പ്രതികരണം അറിയാനായി മാത്രം. അയ്യടാ, എനിക്ക് കാമുകനൊന്നും ഇല്ല. ആന്താ, നിന്നെ പ്രേമിക്കാൻ കൊള്ളില്ല? ഒരു സിനിമാ നടിയെ പോലൊരു കൊച്ച്, കവളൊക്കെ ചുമ്മാ നാണം വരുമ്പോ ചുവന്ന് തുടുത്ത്. എനിക്ക് പേടിയാണ് ഡോക്ടർ. മറ്റൊരാളുടെ ഹൃദയവുമായി ജീവിക്കുന്ന എനിക്ക് ലൈഫിൽ ഇനിയുള്ള ഓരോ ദിവസവും ബോണസാണ്. എപ്പോൾ വേണേലും എൻ്റെ ലൈഫ് അത് നിന്ന് പോയേക്കാം. അതിൻ്റെ ഇടയിൽ മറ്റൊരാളെ കൂടി വിഷമിപ്പിക്കരുതെന്ന്. റിയ, തന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, തന്റെ ഹാർട്ടിന്റെ പ്രശ്നം എല്ലാം. പക്ഷെ തന്റെ പേരിലുള്ള ഒരു തരി മണ്ണോ പൊന്നോ ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ റിയ, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിബി പതുക്കെ തന്റെ മനസ്സിലുള്ളതെല്ലാം റിയയോട് പറഞ്ഞു. ഒരുപക്ഷെ റിയയുടെ പ്രതികരണം മോശമായിരിക്കാം. പക്ഷേ അവളിലേക്കും അവളുടെ രഹസ്യങ്ങളിലേക്കും ഒരു പ്രപ്പോസൽ സഹായിച്ചേക്കാം. റിയയുടെ മുഖം വാടുന്നതും കണ്ണുകളിൽ നിന്ന് കണ്ണീർ പൊടിയുന്നതും അയാൾ കണ്ടു. റിയ, അത് പിന്നെ ഞാൻ പെട്ടെന്ന് മനസ്സിലുള്ളതൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. വിട്ടേരെ, കാര്യാക്കണ്ട. ഞാൻ അപ്പോ ഡോക്ടർക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ലേ? യെസ്. സിബി തന്റെ മനസ്സിൽ ചിരിച്ചു, ഒരു വിജയിയുടെ ചിരി. ഒരു ചുംബനം കൂടി സിബി അവളുടെ നെറ്റിയിൽ കൊടുത്തു. റിയയുടെ നിഷ്കളങ്കമായ പെരുമാറ്റം, ചുവന്നു തുടുത്ത കവിളുകൾ, അവൾ എക്കാലവും തന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ സിബി ഒരു നിമിഷത്തേക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി. ഇഷ്ടമാണ്. ഈ മാലാക കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമാണ്. ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുകയും ചെയ്യും ഞാൻ. അവൻ വീണ്ടും അവളുടെ നെറ്റിയിൽ ചുംബിക്കുവാൻ തുടങ്ങി. നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന റിയയുടെ ജീവിതം, അവളിൽ നിന്നും അവളെ ചുറ്റിപ്പറ്റി നടക്കുന്ന രഹസ്യങ്ങൾ അറിയാൻ അവളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സിബി. സത്യത്തിൽ ആരാണ് റിയ? സിബിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നിഗൂഢതകൾ ചുറ്റിപ്പറ്റിയുള്ള സത്യങ്ങൾ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എങ്കിൽ കേൾക്കൂ, റൊമാൻസും സസ്പെൻസും ഒരുപോലെ നിറഞ്ഞ വിനിത അനിൽ ത്രില്ലർ സെമിത്തേരിയെ സ്നേഹിച്ച പെൺകുട്ടി ഇപ്പോൾ ഓഡിയോ ഷോ രൂപത്തിൽ കുക്കു FM-ലൂടെ ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ആസ്വദിക്കൂ കഥകളുടെ ലോകം ഫ്രീ ആയി തന്നെ.